നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഈ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പഠിക്കണമെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടവളാണ് പെൺകുട്ടികളെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരെ വളർത്തേണ്ടത്. അക്കാര്യത്തിൽ ശാലിനിയുടെ അമ്മയുടെ വിജയമാണ് ശാലിനിയുടെ നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ എഴുന്നേക്കുന്ന എപ്പോഴാ? അടുക്കളയിൽ കയറി ബെഡ് കോഫി എടുത്ത് മുറി പോയി പിന്നെ എടുക്കുന്ന മൊബൈലല്ലേ? പിന്നെ ആ മൊബൈൽ കൈ താഴെ വെക്കുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാ. ഇത്തരക്കാരൊക്കെ പെട്ടുപോകുന്നതേ ഒറ്റയ്ക്ക് എവിടെങ്കിലും പോയി താമസിക്കുമ്പോഴാ. ഒരു ചായ പോലും മര്യാദയ്ക്ക് തിളപ്പിക്കാൻ അറിയാത്ത പെൺകുട്ടികളാണെന്നേ ഇന്നത്തെ ജനറേഷനിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള പെമ്പിളാരെ കെട്ടിച്ചയക്കുന്ന അവരുടെ തള്ളമാരെയാണ് നമ്മൾ ആദ്യം തല്ലേണ്ടത്. ഒന്നും അറിയാത്ത നിങ്ങളെയൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ കെട്ടിച്ചയക്കുന്നത്? മോളെ, എന്താ മോളെ? വേണ്ട, കഴിക്കുന്നില്ലേ? സത്യമേ, എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല. അല്ല, തലവേദന. ഡോക്ടറെ കാണണോ? വേണ്ട സത്യമേ, അല്പം റെസ്റ്റ് എടുത്താ അത് മാറിക്കോളും. അപ്പൊ പിന്നെ ഇത്രയും നേരം എന്തുവായിരുന്നു? എന്തിനാ രാഘവേട്ട ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുന്നത്? ഓ, പാചകമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ അവൾക്ക് എന്താ അമ്മയോ മറ്റോ ഉണ്ടായിരുന്നോ? അനാഥയായ ഒരു പെണ്ണിന് ഇനി നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇനി വേണ്ടതെല്ലാം ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തോളാം. പിന്നെ രാഘവേട്ടന് ഇടയ്ക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാർത്തികയെ ഞാനായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതല്ല. ദേ, ഇവൻ നമ്മുടെ പുത്രൻ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അവരുടെ ഇഷ്ടപ്രകാരാ ജീവിക്കേണ്ടത്. ജീവിക്കേണ്ടത് ഇവരൊന്നിച്ചാ. അപ്പോ ഇവരുടെ ഇഷ്ടങ്ങൾക്കാ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇത്രയും കാലത്ത് അനുഭവം വെച്ച് പറയാ മക്കളെ. മനസ്സിലുള്ള തുറന്നു പറയാതെ എത്ര എടുക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ മുറിവ് കൂടുകയുള്ളൂ. തമ്മിൽ മത്സരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തകർക്കരുത്. അച്ഛനത്തിലേ പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.